2026 എല്ലാവരും വരവേൽക്കാൻ തയ്യാറാവുമ്പോൾ ഒരു ദിവസം ഇത്രയും ഈ ഒരു കെട്ട് പൈസ കൊടുത്താൽ പോലും ഷോർട്ട് ടൈം റെന്റൽസ് കിട്ടാത്ത ദുബായിൽ ലൊക്കേഷൻസ് ഉണ്ട്. അതെ, റോയൽ അറ്റ്ലാന്റിസിൽ ഒരു ദിവസം ന്യൂ ഇയറിന്റെ ഈവനിങ് നിൽക്കാനായിട്ട് 1,40,000 ദിറംസ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. അത്രയും തിരക്കാണ്. അതെ, ടൂറിസ്റ്റുകൾ വരുന്ന സമയത്തും സീസണൽ സമയത്തും ഇവിടെ നമുക്ക് എത്ര കൊടുത്താലും മതിയാവാത്ത അത്രയും പൈസ കൊടുത്താലാണ് ഷോർട്ട് ടൈം റെന്റൽസ് കിട്ടുക. ഷോർട്ട് ടൈം റെന്റൽസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പൈസ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ലൊക്കേഷനാണ്. അപ്പൊ ഏതൊക്കെ ലൊക്കേഷനിലാണ് നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം റെന്റൽസ് ഉണ്ടാക്കാം? ഡെയിലി 500 തൊട്ടിട്ട് മാസം 6,000 വരെ കിട്ടുന്ന ഷോർട്ട് ടൈം റെന്റൽസ് ലൊക്കേഷൻസ് ഉണ്ട്. അതെ, വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസ്, അതെ, ജദ്ദാഫ് വാട്ടർ ഫ്രണ്ട്, ദുബായ് ക്രീക്ക്, ഡൗൺ ടൗൺ, ബിസിനസ് ബേ, പാം ജുമേറ, JBR, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഒത്തിരി നല്ല ലൊക്കേഷൻസിൽ കുറച്ച് പൈസ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി മന്ത്ലി ബേസിസ് ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ലോങ് ടേം റെന്റൽസ്, അതായത് ഷോർട്ട് ടേം റെന്റൽസ് എന്ന് പറയുന്നത് മിനിമം 12 തൊട്ട് 15% വരെയാണ് ഇയർലി നമ്മൾക്ക് റെന്റൽ ഈൽഡ്സ് കിട്ടുന്നത്. പക്ഷേ ലോങ് ടേം റെന്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസിന് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അതെ, ദുബായ് സൗത്ത്, JVC, JLT, പിന്നെ അതുപോലെ JVT, അതുപോലെ ലൊക്കേഷൻസ്, ദുബായ് ലാൻഡ് റെസിഡൻസ് കോംപ്ലക്സ്, ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ലോങ് ടേം റെന്റൽസ് ഉണ്ടാക്കാൻ പറ്റും. 7 to 10% ഇയർലി നമുക്ക് മിനിമം ലോങ് ടേം റെന്റൽസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റർ ആണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് പൈസ കൃത്യമായി കിട്ടുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യാം.